കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം ഞാൻ കരയുമ്പോൾ എല്ലാം കാണുന്ന ദൈവം കൂടെ എന്നും ഞാൻ വിങ്ങിപ്പൊട്ടുമ്പോഴും നിൻ കൃപയിലല്ലോ എന്നാശ്വാസം നീ മതി എനിക്കു നീ മതി എന്നും നിന്റെ കൂടെ എന്നും നിന്റെ തണലിൽ നീ മതി എനിക്കു നീ മതി എന്നും നിന്റെ കൂടെ എന്നും നിന്റെ രാജ്യത്തിൽ യേശുവേ യേശുവേ നിന്റെ സ്നേഹമല്ലോ എൻ ജീവിതം യേശുവേ യേശുവേ നിന്റെ കാരുണ്യമല്ലോ എൻ ജീവിതം നീ മതി എനിക്കു നീ മതി എന്നും നിന്റെ കൂടെ എന്നും നിന്റെ തണലിൽ നീ മതി എനിക്കു നീ മതി എന്നും നിന്റെ കൂടെ എന്നും നിന്റെ രാജ്യത്തിൽ ഞാൻ വീഴുമ്പോൾ എന്നെ താങ്ങുന്ന ദൈവം കൂടെ എന്നും ഞാൻ ഓടിത്തളരുമ്പോഴും നിൻ കരങ്ങളിലല്ലോ എന്നാശ്രയം നീ മതി എനിക്കു നീ മതി എന്നും നിന്റെ കൂടെ
രാജ്യത്തിൽ നീയില്ലാതെ എനിക്ക് ജീവിതം നീയില്ലാതെ എനിക്ക് ജീവിതം നിന്നിൽ ഞാനും എന്നിൽ നീയുമെന്നും യേശുവേ യേശുവേ നിന്റെ സ്നേഹമല്ലോ എൻ ജീവിതം യേശുവേ യേശുവേ നിന്റെ കാരുണ്യമല്ലോ എൻ ജീവിതം യേശുവേ യേശുവേ നിന്റെ സ്നേഹമല്ലോ എൻ ജീവിതം യേശുവേ യേശുവേ നിന്റെ കാരുണ്യമല്ലോ എൻ ജീവിതം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവവചനം ശ്രവിക്കാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ എല്ലാവരെയും ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം പുറപ്പാട് പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. അതിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: സ്വൈരം ലഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. സ്വൈരം ലഭിച്ചപ്പോൾ, സമാധാനം ലഭിച്ചപ്പോൾ, സ്വസ്ഥത ലഭിച്ചപ്പോൾ ഇതാ ഫറവോയുടെ ഹൃദയവും കഠിനമായി. പ്രിയപ്പെട്ടവർ, ദൈവം പറഞ്ഞ പോലെ തന്നെ സ്വൈരം ലഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. രാജകൊട്ടാരം മുഴുവൻ തവളകളാൽ നിറഞ്ഞപ്പോൾ, അസ്വസ്ഥമായപ്പോൾ, ഓരോ മുറികളിലും തവളകളുടെ ശല്യം കൂടിയപ്പോൾ ഫറവോൻ അന്ന് പറഞ്ഞു, അഹറോനോടും മോശയോടും തൻ്റെ പ്രവാചകരോട് പറഞ്ഞു. ആ പ്രവാചകരോട് ഇങ്ങനെയാണ് പറഞ്ഞ്, ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഞാൻ വിട്ടുതരാം. തൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ കർത്താവിനെ ആരാധിക്കാനായിട്ട് ഞാൻ വിട്ടുതരാമെന്ന് ഫറവോൻ വാക്ക് കൊടുത്തതാണ് മോശയോടും അഹറോനോടും. എന്നാൽ പ്രിയജനമേ, മോശയും അഹറോനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ തവളകളുടെ ശല്യം ഒന്ന് മാറ്റണേ, ഈ അസ്വസ്ഥത ഒന്ന് നീക്കണേ. ഇതാ ഫറവോൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ ജനത്തെ അങ്ങേ ആരാധിക്കാനായിട്ട് ഈ അടിമത്തത്തിൽ നിന്ന് വിട്ടുതരാമെന്ന്. പ്രിയജനമേ, അഹറോൻ്റെയും മോശയുടെയും പ്രാർത്ഥന നിമിത്തം, ആ പ്രവാചകരുടെ പ്രാർത്ഥന നിമിത്തം ആ വീട്ടിൽ നിന്ന് ആ തവളകളുടെ ശല്യമെല്ലാം മാറിപ്പോയി, അസ്വസ്ഥതയെല്ലാം നീങ്ങിപ്പോയി. എന്നാൽ വചനം പറയുന്നു, സ്വൈരം ലഭിച്ചപ്പോൾ, സമാധാനം കിട്ടിയപ്പോൾ ഇതാ ഫറവോൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി. പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാമും ഇതുപോലെ ഹൃദയം കഠിനമായൊരവസ്ഥ, പിന്നെ ദൈവത്തോടുള്ള ഒരു തീഷ്ണത കുറഞ്ഞു, പിന്നെ ആ പ്രാർത്ഥന കുറഞ്ഞു, പിന്നെ ആ ദൈവഭക്തി കുറഞ്ഞു, പിന്നെ ആ പരിശുദ്ധ ബലിയിലേക്കുള്ള നമ്മുടെ ആ ഒരു ആകർഷണം കുറഞ്ഞു, പിന്നെ കുർബാനയ്ക്ക് പോകാൻ സമയമില്ല. കാരണം ഒത്തിരി മറ്റു കാര്യങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക. സമാധാനം കിട്ടുമ്പോൾ, സ്വൈരം ലഭിക്കുമ്പോൾ, സ്വസ്ഥത വരുമ്പോൾ നിൻ്റെ ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ കാലം ഓർത്തു നോക്കി,
എന്തോരം വേദനിച്ച് നടന്നിട്ടുണ്ട് നമ്മൾ. ഒരു ജോലി കിട്ടാനായിട്ട് എന്തുമാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ആ ഒരു വീടില്ലാത്ത അവസ്ഥയിൽ വാടകയ്ക്ക് മാറി മാറി നീ ജീവിച്ചപ്പോൾ നീയും നിൻ്റെ കുടുംബവും തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ഭവനം ഒരുക്കി തരണേ. ഇന്ന് നിനക്ക് ദൈവം നല്ലൊരു വീടൊരുക്കി തന്നു, ഇന്ന് നല്ലൊരു ജോലി തന്നു നിനക്ക്. നീ ഒന്ന് ഓർത്ത് നോക്കി, അന്ന് ജോലിയില്ലാതെ ഇതാ പല പള്ളികളിൽ നീ പോയി പ്രാർത്ഥിച്ചു, നീ ധ്യാനമന്ദിരങ്ങൾ കയറിയിറങ്ങി, പല വിശുദ്ധരായ വൈദികരുടെ മുമ്പിൽ, പല അഭിഷിക്തരുടെ മുമ്പിൽ നിന്ന് നീ കൈവപ്പ് വാങ്ങി പ്രാർത്ഥിക്കണേ എന്ന് നീ അവരോട് യാചിച്ചു. അവസാനം ദൈവം കരുണ കാട്ടി നിനക്ക് നല്ലൊരു ജോലി തന്നു, നിനക്ക് സമ്പത്ത് തന്നു. അന്ന് ആ ജോലി ലഭിക്കും മുമ്പ് നിനക്ക് എന്ത് തീഷ്ണതയായിരുന്നു, എന്ത് ദൈവഭക്തിയായിരുന്നു. കുരിശിൻ്റെ വഴി ചൊല്ലുമായിരുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു, എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുമായിരുന്നു. ഇന്നെന്ത് പറ്റി? ഇന്നെന്ത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ? സ്വൈരം ലഭിച്ചപ്പോൾ, സമാധാനം ലഭിച്ചപ്പോൾ, സ്വസ്ഥത വന്നപ്പോൾ, ആനന്ദം വന്നപ്പോൾ, ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി, ആ കടബാധ്യതയൊക്കെ നീക്കിക്കളഞ്ഞു ദൈവം. ഒരു വസ്തു വിൽക്കാൻ പറ്റാതെ നീ അസ്വസ്ഥമായിട്ട് നടന്നിട്ട് ദൈവമല്ലേ അത് വിൽപ്പന നടത്തി നിൻ്റെ കടങ്ങളെല്ലാം മാറ്റിയത്? ദൈവമല്ലേ നിനക്ക് നല്ലൊരു ഭവനമൊരുക്കി തന്ന്? മക്കളില്ലാതെ നീ തമ്പുരാൻ്റെ മുമ്പിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ കണക്കറിയോ നിനക്ക്? ഇന്ന് ദൈവം നിനക്ക് കുഞ്ഞുങ്ങളെ തന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതി നിനക്ക് മക്കളുണ്ടാവില്ല, എന്നാൽ ദൈവമല്ലേ അസ്വസ്ഥത മാറ്റിയത്? സ്വൈരം ലഭിച്ചപ്പോൾ, സ്വസ്ഥത കിട്ടിയപ്പോൾ, നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടിയപ്പോൾ, നിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ച് കരുണ കാട്ടിയപ്പോൾ നീയും ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ? നിൻ്റെയും ഹൃദയം കഠിനമായോ? അതാ ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത്. സ്വൈരം ലഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിന് അറിയാമായിരുന്നു പ്രിയപ്പെട്ടവർ, ദൈവം പറഞ്ഞതുപോലെ തന്നെ ഫറവോൻ്റെ ഹൃദയം കഠിനമായി. പ്രിയജനമേ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വീണ്ടും കർത്താവ് പറയാം, 5-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. അതിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. പ്രിയജനമേ, ദൈവമാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്, ദൈവമാണ് നമുക്ക് ഭക്ഷണം ഒരുക്കി തരുന്നത്. നിൻ്റെ കഴിവോ നിൻ്റെ സാമർഥ്യമോ നിൻ്റെ പഠിപ്പോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ അനുവദിക്കണം. ദൈവമാണ് നിനക്ക് ഭക്ഷണം തരുന്നത്. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. സ്നേഹമുള്ള ദൈവജനമേ, തമ്പുരാൻ ഓരോ ദിവസവും ഭക്ഷണം തരുമ്പോൾ നീ അതിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പറയണം, ദൈവമേ ഈ ഭക്ഷണം തിന്നിട്ട് ഞാൻ ഒരിക്കലും നിന്നെ നിന്ദിക്കാതിരിക്കട്ടെ, ഒരിക്കലും നിന്നിൽ നിന്ന് അകലാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിനൊരു മഹത്വമുണ്ട് കേട്ടോ. ഓരോ ദിവസവും മക്കളെയും പഠിപ്പിക്കണം നമ്മൾ. ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് ആ ഭക്ഷണത്തിൽ കൈവയ്ക്കും മുമ്പ് നീ പറയണം, ദൈവമേ നന്ദി കർത്താവേ, നന്ദി. എനിക്കറിയാം, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന വ്യക്തി ഒത്തിരി സ്ഥലങ്ങളിൽ, ഛത്തീസ്ഗഡും ജാർഖണ്ഡും മധ്യപ്രദേശും അരുണാചലും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ. പ്രിയ ജനമേ, അവിടെ ചില വില്ലേജുകൾ ചെല്ലുമ്പോൾ അവർക്ക് ഒരു നേരെ ഭക്ഷണമുള്ളൂ, ഒരു സമയം മാത്രം ഭക്ഷണം. അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ രാത്രി മാത്രം. ഇല്ല ഒറ്റയുടെ കയ്യിൽ. പാവങ്ങളെ പ്രിയപ്പെട്ടവരെ, അവർ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരത് ഭക്ഷിച്ചു, എന്നിട്ട് പോയി വ്യഭിചാരം ചെയ്തു. പ്രിയജനമേ, തീറ്റിപ്പോറ്റുന്നൊരു ദൈവത്തെ, തീറ്റിപ്പോറ്റുന്നൊരു കർത്താവിനെ ഒരിക്കലും നിന്ദിക്കരുത്, ഒരിക്കലും ആ ദൈവത്തിൽ നിന്ന് അകലരുത്. പ്ലീസ്, ദൈവം എന്നോടും നിങ്ങളോടും പറയാം, വേറെ ഒന്നും ദൈവം നമുക്ക് ചെയ്തിട്ടില്ലെന്നേ. വേണ്ട, നിൻ്റെ നോട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ദൈവം, വേണ്ട, എല്ലാം വിട്ടുകളെ. ഭക്ഷണം തന്നോ നിനക്ക്? നിന്നെ അനുഗ്രഹിച്ചോ ഭക്ഷണം തന്ന്? നീ ഇപ്പോൾ ജീവനോട് ഇരിപ്പുണ്ടോ ഈ തമ്പുരാൻ്റെ മുമ്പിൽ ഈ വചനം കേൾക്കാനായിട്ട്? അത് മതി പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ ഒരു വേദനയത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം അത് പറയുന്നുണ്ട്. 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം: ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് മത്സരിച്ചു. എൻ്റെ മക്കളെ ഞാനാ പോറ്റി വളർത്തിയ, എൻ്റെ മക്കൾക്ക് ഞാനാ ഭക്ഷണം കൊടുത്ത്, എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത് ഞാനാ. ഞാൻ അവരെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് മത്സരിച്ചു. ഈ വേദന ദൈവം അറിയിച്ചത് മറ്റു മനുഷ്യരോടല്ല. കാരണം എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്നടങ്കം കൃപയിൽ നിന്ന് അകന്നുപോയി, സമൃദ്ധി വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ദൈവം തൻ്റെ വേദന അറിയിച്ചത് ആകാശത്തോടും ഭൂമിയോടും.
താൻ സൃഷ്ടിച്ച ആകാശത്തോടും താൻ മെനഞ്ഞെടുത്ത ഭൂമിയോടും സങ്കടത്തോടെ ചങ്ക് പൊട്ടിക്കൊണ്ടാകണം ദൈവം ആ വചനം പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ആകാശമേ ശ്രവിക്കണേ, ഭൂതലമേ ചെവി തരണേ, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക. ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക. എന്നിട്ട് കർത്താവ് സാമ്യപ്പെടുത്താണ്, ഒരു കാള പോലും അതിൻ്റെ ഉടമസ്ഥനറിയാം. തിന്നാൻ കൊടുക്കുന്ന ആ ഉടമയെ കാള തിരിച്ചറിയുന്നു. ഒരു കാള പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നു. ഒരു കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയാം. തനിക്ക് തൊഴുത്തിൽ തിന്നാൻ തരുന്ന ആ യജമാനൻ തൻ്റെ ആ തൊഴുത്ത് എല്ലാം അറിയാം. കഴുതയ്ക്ക് പോലും, വിശേഷ ബുദ്ധിയില്ലാത്തൊരു കഴുത പോലും തൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയുന്നു. എന്നാൽ ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ മക്കൾ, ഞാൻ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന എൻ്റെ ജനം, ഓരോ സമയവും പട്ടിണി എന്തെന്നറിയാതെ ഞാൻ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾ, സിംഹക്കുട്ടികൾ പോലും ഇരകെട്ടാതെ വലഞ്ഞാലും എൻ്റെ പൊന്നുമക്കൾക്ക് ഞാൻ സമയാസമയത്തിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ആ ദൈവത്തെ നീ അറിയുന്നില്ലേ? ആ ദൈവത്തെ നീ മനസ്സിലാക്കുന്നില്ലേ? സ്വസ്ഥത വന്നപ്പോൾ, സ്വൈരം ലഭിച്ചപ്പോൾ നീ ഉപേക്ഷിച്ചോ? മാപ്പ് ചോദിക്കണം പ്രിയപ്പെട്ടവരെ, മാപ്പ് ചോദിക്കണം. ഇന്ന് കർത്താവ് ഈ ഒരു സംഗതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടാൻ സ്നേഹമുള്ളവരെ. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നമുക്ക് ഭക്ഷണം ഒരുക്കുന്നത്. അത് തിന്നാനുള്ള കൃപയും ദൈവം തരുന്നത്. ഞാൻ ഓർക്കുക, ഞാനൊരിക്കൽ ഒരു ഇടവപ്പള്ളിയിൽ ഒരു ഏകദിന കൺവെൻഷൻ, ഒരു ദിവസത്തെ ഒരു വചനപ്രസംഗത്തിനായിട്ട് പോയിരുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ലഞ്ച് ടൈം. ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ. ഞാൻ പറഞ്ഞ എല്ലാവരും ഭക്ഷണം കഴിച്ച് വേഗം വാ. എല്ലാവരും പോയി. പക്ഷെ ഒരു സ്ത്രീ മാത്രം അവിടെ ഇരിപ്പുണ്ട് ആ പള്ളിയിൽ. ഞാൻ ചെന്ന ആ സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി ഉപവാസമാണോ? എന്താ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മാത്രം പോവാത്ത? ഉടനെ അവർ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞു, സ്വരം താഴ്ത്തിക്കൊണ്ട്, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, സഹോദര, എൻ്റെ തൊണ്ടയിൽ ക്യാൻസറാ, എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് 4 മണിക്ക് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആ സ്ത്രീയുടെ ഭാഷയിൽ ഞാൻ പറയാം, ഒരു പിടി അരിയെടുത്ത് കുക്കറിലിട്ട് കുറേ വിസിൽ വരുവോളം അത് വേവിക്കും. അവർ പറഞ്ഞ അതേ ഭാഷ. ഒരു പിടി അരിയെടുത്ത് കുക്കറിലിട്ട് അത് കുറേ വിസിൽ വരുവോളം ഞാനത് വേവിക്കും. വെന്ത് ചീയുന്ന പോലെ അതെടുത്ത് പേസ്റ്റ് പരുവമായ ആ ഭക്ഷണം ചൂടാറി കഴിയുമ്പോൾ ഒരു കൊച്ചു സ്പൂണ് കൊണ്ട് ഒരു ശകലം എടുക്കും. എന്നിട്ട് അവർ പറയാ, ഞാൻ മനസ്സിൽ കുറേ നേരം സ്തുതിക്കും, യേശുവേ 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 എന്ന് പറഞ്ഞ്. എന്നിട്ട് ആ ചെറിയ സ്പൂണ് കൊണ്ടെടുത്ത ആ ഭക്ഷണം വായിൽ വെച്ച് ആ ചേച്ചി ആക്ഷൻ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി അത് കഴിക്കുന്ന ആക്ഷൻ കാണിച്ചു. പറയാ, ആ ഭക്ഷണം വായിൽ വെച്ചിട്ട് ഒറ്റ ഇറക്കല, പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കും. നല്ല പെയിനാ, നന്നായിട്ട് വേദന എടുക്കും. ദൈവത്തെ മനസ്സിൽ സ്തുതിക്കും. പ്രിയജനമേ, ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് നീ കഴിക്കുമ്പോൾ, നിൻ്റെ പട്ടിണി ദൈവം മാറ്റുമ്പോൾ നീ ഓർക്കണം, ഈ ഭക്ഷണം തിന്നാൻ തരുന്നത്, തിന്നാൻ സാധിക്കുന്നവർക്ക് ഒരു ദൈവകൃപയാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്തു, അവരത് ഭക്ഷിച്ചു, എന്നിട്ട് പോയി തിന്മ ചെയ്തു. ഒരിക്കലും ആ ദൈവത്തെ മറക്കരുത്, ഒരിക്കലും ആ ദൈവത്തെ ഉപേക്ഷിക്കരുത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ, നല്ല വീടുകൾ പണിതതിൽ താമസിക്കുമ്പോൾ, നിങ്ങളുടെ ആടുമാടുകൾ പെരുകുമ്പോൾ, നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുമ്പോൾ, മറ്റ് സകലതിനും നിങ്ങൾക്ക് സമൃദ്ധി വരുമ്പോൾ, അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന, മറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി ശാപമേറ്റെടുത്ത, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരു ദൈവമുണ്ട്. തീറ്റിപ്പോറ്റുന്നവൻ, അവനെ മറക്കരുത്. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിതതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, നിൻ്റെ ലോക്കറിൽ സ്വർണം കൂട്ടി വയ്ക്കുമ്പോൾ, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമ്പോൾ, നീ ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ, നീ വലിയ വീട് പണിയുമ്പോൾ, നീ നിൻ്റെ മക്കളെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ, നിങ്ങൾ വാങ്ങിയ വാഹനത്തിൽ സുഖമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, അടിമത്തത്തിൽ നിന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്, ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവം, തൻ്റെ മക്കളെ തീറ്റിപ്പോറ്റുന്ന ദൈവം,
തൻ്റെ മക്കൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ അനുഗ്രഹം നൽകുന്നൊരു ദൈവം. ആ ദൈവത്തെ മറക്കരുത്, ആ ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഭക്ഷണത്തിനൊരു വിലയുണ്ട്. ഞാൻ പറയാം, എൻ്റെ ഉള്ളിൽ ഈശോ തോന്നിച്ചൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. വേറെ ഒന്നും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് നമ്മൾ ഓർക്കണ്ട. തീറ്റിപ്പോറ്റുന്നുണ്ടോ? സ്വസ്ഥത തരുന്നുണ്ടോ? സമാധാനത്തോടെ വ്യാപരിക്കുന്നുണ്ടോ? ജീവിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ? അത് മതി, അത് മതി. പ്രിയപ്പെട്ടവർ, ഈ ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായം 3 മുതലുള്ളൊരു തിരുവചനമുണ്ട്. ഇസഹാക്ക് വയസ്സനായി, പ്രായമായി. ഇസഹാക്കിന് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. 2 മക്കൾ, ഏസാവും യാക്കോബും. മൂത്തവനായ ഏസാവിനെ വിളിച്ചിട്ട് ഇസഹാക്ക് പറഞ്ഞൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇസഹാക്ക് പറഞ്ഞ്, മകനെ, ഏസാവിനെ വിളിച്ച് പറയാം, മകനെ, ഞാൻ പ്രായമായി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ അമ്പും വില്ലുമെടുത്ത് നീ വയലിൽ ചെന്ന് വേട്ടയാടി കുറച്ച് കാട്ടിറച്ചി കൊണ്ടുവാടാ. നീ അമ്പും വില്ലുമെടുത്ത്, നിൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് നീ വയലിൽ ചെന്ന് വേട്ടയാടണം. എന്നിട്ട് കുറച്ച് കാട്ടിറച്ചി കൊണ്ടുവാ. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് പാകം ചെയ്യണം. ശ്രദ്ധിക്കുക പ്രിയമക്കളെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ആ കാട്ടിറച്ചി പാകം ചെയ്യണം. എന്നിട്ട് നീ അത് ഭക്ഷിക്കാൻ തായോ. ആ ഭക്ഷണം കഴിച്ചിട്ട് മരിക്കും മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അപ്പൻ മോനെ വിളിച്ച് പറഞ്ഞ വചന. മോനെ വേറൊന്നും ചോദിച്ചില്ല. ഭക്ഷണം, അതിനത്ര കൃപയുണ്ട് പ്രിയപ്പെട്ടവരെ, അതിനത്ര നന്ദിയുണ്ട്. നീ വയലിൽ ചെന്ന് നിൻ്റെ അമ്പും വില്ലും എടുത്ത് നീ നായാട്ടിന് പോയി നീ വേട്ടയാടി കുറച്ച് കാട്ടിറച്ചി കൊണ്ടുവാടാ. എനിക്കിഷ്ടപ്പെട്ട വിധത്തിൽ പാകം ചെയ്ത് എനിക്ക് ഭക്ഷിക്കാൻ തായോ. ഞാനത് ഭക്ഷിച്ചിട്ട് മരിക്കും മുമ്പ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പ്രായമായ മാതാപിതാക്കളെ, വേദനിക്കുന്നവരെ, ജാതി മതം ഒന്നും നോക്കാതെ നാനാജാതി മതസ്ഥരായ പട്ടിണി കിടക്കുന്നവരെ നീ സഹായിക്കുമ്പോൾ നീ ദൈവത്തിന് കടം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. നീ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നൊരു വ്യക്തിയാണ്. അതല്ലേ ഇവിടെ ഇസ്ഹാക്ക് പറഞ്ഞ്, മരിക്കും മുമ്പ് ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രളയമുണ്ടായി, 1-2 തവണയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രളയം ഉണ്ടായി പ്രിയപ്പെട്ടവർ. ഇതാ നാനാജാതി മതസ്ഥര് അനേകരെ സഹായിക്കുക, അനേകർക്ക് ഭക്ഷണം കൊടുക്കാം. അന്ന് തിരുസഭയിലെ കുറേ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഈ ഭക്ഷണ സാധനങ്ങൾ തലയിലേറ്റി നടക്കുന്ന കാഴ്ച കണ്ടിരുന്നു പ്രിയപ്പെട്ടവർ. പല ഇടവകളിൽ, എൻ്റെ ഇടവകയിലും ഈ പാവപ്പെട്ട വീട് നഷ്ടപ്പെട്ടവർ, വെള്ളം കയറിയവരൊക്കെ താമസിപ്പിച്ചു എൻ്റെ ഇടവകയിലും. എന്നിട്ട് എൻ്റെ വികാരിച്ചനും ഓടി നടക്കുകയായിരുന്നു ഇവർക്കുള്ള ഭക്ഷണം ഒരുക്കാനായിട്ട്. ജാതി മതഭേദമന്യേ കേരളത്തിലെ എല്ലാവരും ഒന്നിച്ച് അനേകരെ ഭക്ഷണം കൊടുത്തു പ്രിയപ്പെട്ടവർ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. ഇതൊക്കെ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. ഞാൻ ഓർക്കാണ് സ്നേഹമുള്ളവർ, ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ചെല്ലാനിടയായി. ഞാൻ ചെന്ന് ലേറ്റായിട്ടാണ് ചെന്ന്. ആ സഹോദരൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ 2 മക്കളുമായിട്ട് അവർ പുറത്തേക്കൊന്ന് ഇറങ്ങി. സണ്ണി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞ്, അമ്മ ആ സഹോദരൻ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറയണം എന്ന് പറഞ്ഞ് അവർ മോനും മരുമോളും 2 കുഞ്ഞുങ്ങളും കൂടെ പുറത്തേക്ക് ഇറങ്ങി അവരുടെ വണ്ടിയിൽ. ഞാൻ ചെന്നപ്പോൾ അമ്മച്ചി മാത്രമുണ്ട്. ഞാൻ അമ്മച്ചിയുമായിട്ടിരുന്ന് സംസാരിക്കുക. അമ്മച്ചി പറഞ്ഞു ഇപ്പോൾ വരും അവർ. അമ്മച്ചി ഫോൺ ചെയ്തു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കുക. അവർ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. ഞാൻ അമ്മച്ചിയോട് അറിയാനായിട്ട് ചോദിച്ചു. 83 വയസ്സുണ്ട് അമ്മച്ചിക്ക്. ഇനി അമ്മച്ചിക്ക് എന്താ ആഗ്രഹങ്ങളുള്ള മനസ്സിൽ? ഉടനെ അമ്മച്ചി ചോദിച്ചു, എന്താടാ ഞാൻ മരിക്കാൻ പോവാണോ? ഞാൻ പറഞ്ഞു, അല്ല അമ്മച്ചി, ഞാൻ വെറുതെ ചോദിക്കുക, അമ്മച്ചിക്ക് ഇനി എന്തൊക്കെ ആഗ്രഹമുള്ള മനസ്സിൽ? ആ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് 2 ആഗ്രഹമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു, എന്താ അമ്മച്ചി ഇനിയുള്ളത്? ഞാൻ വിചാരിച്ചു വല്ല ഇസ്രായേലിൽ പോകണോ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോകാനാണോ, അല്ലെങ്കിൽ ഒന്ന് പോയി മാർപ്പാപ്പ ഇരിക്കുന്ന സ്ഥലത്ത് പോയി മാർപ്പാപ്പേനെ ഒന്ന് കാണേണ്ട ആഗ്രഹമാണോ, അല്ലെങ്കിൽ വല്ല ഫ്ലൈറ്റിൽ പോകേണ്ട ആഗ്രഹമാണോ? എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച്. എന്താ അമ്മച്ചിയുടെ ആഗ്രഹം? ആ അമ്മച്ചി പറഞ്ഞു, മോനെ, എനിക്കെൻ്റെ ഇടവക പള്ളിയിൽ പോയിട്ട് ഒരു മുഴുവൻ കുർബാന കാണണടാ, ലൈവായിട്ട്. എനിക്കെൻ്റെ ഇടവക പള്ളിയിൽ പോയിട്ട് ഒരു കുർബാന കാണണം, മുഴുവൻ കുർബാന. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചീനെ കൊണ്ടുപോകുന്നില്ല അവർ? ഇല്ലടാ, ഒരിക്കൽ എന്നെ കൊണ്ടുപോയി
കുർബാനയുടെ ഇടയ്ക്ക് എനിക്ക് മൂത്രം ഒഴിക്കാനായിട്ട് മുട്ടി, എനിക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട്. ഞാൻ മരുമോളെ വിളിച്ചു, എടി ഒന്ന് ബാത്റൂം വരെ പോവാം, കുർബാന നടന്നുകൊണ്ടിരിക്കുക. ഉടനെ അവൾ ആ അമ്മേനെ പുറത്ത് കൊണ്ടുപോയിട്ട് കുറേ വഴക്ക് പറഞ്ഞു. വീട്ടിൽ അങ്ങനെ ഇരുന്നാൽ മതി, ആ ടി വിയിൽ അങ്ങനെ കുർബാന കണ്ടാൽ മതി, ആ ശാലോം ടി വിയിലൊക്കെ കുർബാന നടക്കണ്ടല്ലോ, അത് കണ്ടാൽ പോരെ എന്നും പറഞ്ഞ് അമ്മച്ചീനെ പുറത്ത് കൊണ്ട് കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിരുത്തി. അന്ന് വീട്ടിൽ വന്നപ്പോൾ ഈ മരുമോള് തൻ്റെ ഭർത്താവിനോട്, അതായത് അമ്മച്ചിയുടെ മകനോട് പറഞ്ഞു, ഇനിമേല് കൊണ്ടുപോകേണ്ട അമ്മേനെ, അമ്മ വീട്ടിൽ ആ ശാലോം ടി വിയിൽ കുർബാന കണ്ടാൽ മതി, മറ്റുള്ളവരെയും കുർബാന മുടക്കാന്നേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കർത്താവിൻ്റെ ബലിയിൽ നമ്മൾ സംബന്ധിക്കുന്നത്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോൻ പറഞ്ഞു, ശരി അമ്മച്ചിക്ക് ഇനി ശാലോം ടി വിയിൽ എല്ലാ ദിവസവും ഉണ്ട് കുർബാന, അമ്മച്ചി അത് കണ്ടാൽ മതി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? അമ്മച്ചി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം എനിക്കൊരു മസാല ദോശ തിന്നണടാ, എനിക്കൊരു മസാല ദോശ തിന്നണം. എനിക്ക് സങ്കടമായി പ്രിയപ്പെട്ടവരെ. ഞാൻ കരുതി ഞാനൊരെണ്ണം വാങ്ങിക്കൊടുത്തെങ്കിലോ. അപ്പം മകൻ വാങ്ങിത്തരില്ല അമ്മച്ചിക്ക്? ഇല്ല. അവർ പറയും അത് അമ്മച്ചിക്ക് തിന്നാൻ പറ്റില്ല, വല്ല പൊട്ടറ്റൊക്കെയാണ്, ഉരുളൻകിഴങ്ങൊക്കെ, അമ്മയ്ക്ക് ഗ്യാസൊക്കെ കൂടും, അമ്മച്ചി അതൊന്നും കഴിക്കണ്ട. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മകനും മരുമകളും 2 പേരക്കിടങ്ങളും വന്ന് വണ്ടിയിൽ വന്നിറങ്ങി. ഇവരെ കണ്ടപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. ഇവരിരുന്നു. ആ പ്രൈസലോട് സഹോദരൻ എന്നൊക്കെ പറഞ്ഞു. പ്രൈസലോട് പറഞ്ഞു ഇരുന്നു. ഞാൻ ചോദിച്ചു, എവിടെ പോയിരുന്നേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഞാൻ അറിയാനായിട്ട് ചോദിച്ചു, നിങ്ങൾ ചായയൊക്കെ കഴിച്ചോ, പുറത്ത് പോയി ഹോട്ടലിലൊക്കെ കയറിയോ? മരുമോളെ ഉത്തരം പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആ ബ്രദറെ, ഞങ്ങൾക്ക് മസാല ദോശ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ 4 മസാല ദോശ വാങ്ങി, 4 പേര് കഴിച്ചു, താഴെയുള്ള മകന് കുറച്ചേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ കഴിച്ചു. ഭാര്യ സന്തോഷമായി. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക്? ഓ, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അമ്മയ്ക്ക് വല്ല കഞ്ഞിയൊക്കെയാണ് നല്ലത്. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ അമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നിൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, 2 ആഗ്രഹങ്ങൾ ഏതാണെന്നറിയോ? ഒന്ന്, ഒരു മുഴുവൻ കുർബാന കാണണം ഇടവകയിൽ പോയിട്ട്, നിനക്ക് വണ്ടിയുള്ളതല്ലേ. രണ്ടാമത്തെ ആഗ്രഹം, ഒരു മസാല ദോശ കഴിക്കണം. ഒരെണ്ണം പൊതിഞ്ഞ് കൊണ്ടുവരായിരുന്നില്ലേ? എത്ര പൈസയോ? 50-60 രൂപ ഒരെണ്ണം. ഇവിടെ എന്താ പറഞ്ഞ് ഇസഹാക്ക്? മോനെ, നീ വയലിൽ ചെന്ന് വേട്ടയാടി കുറച്ച് കാട്ടിറച്ചി കൊണ്ടുപോടാ, എൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് പാകം ചെയ്തതാ, ഞാനത് തിന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ മരിക്കും മുമ്പ്. അനുഗ്രഹം വാങ്ങണം മക്കളെ. ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം അത് വലുതാ. പണ്ട് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്തൊക്കെ 1 പിടി അരി എല്ലാ വീടുകളിൽ നിന്നും കൊടുക്കും. പാവപ്പെട്ട പട്ടിണിക്കാരൻ്റെ ജാതി മതം നോക്കാതെ അവൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. ആ കൊടുക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ദൈവം നമുക്ക് തിന്നാൻ തരിക, ദൈവം നമുക്ക് ഭക്ഷണം തരിക. സ്വൈരം ലഭിക്കുമ്പോൾ, സ്വസ്ഥത കിട്ടുമ്പോൾ, സമാധാനം കിട്ടുമ്പോൾ, സമൃദ്ധി വരുമ്പോൾ മറക്കരുത് കേട്ടോ, മറക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവമേ, എനിക്ക് സമൃദ്ധി തരരുത്. സമൃദ്ധിയിൽ അഹങ്കരിച്ച് ദൈവമാര എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് കടുത്ത ദാരിദ്ര്യവും തരരുത്. ആവശ്യത്തിന് ആഹാരം തന്നെ എന്നെ പോറ്റണേ. തമ്പുരാനെ, കൃപ ചൊരിയണേ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. സമൃദ്ധി വരുമ്പോൾ ഞങ്ങളാരും നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ ദൈവമേ. സ്വൈരം ലഭിക്കുമ്പോൾ ഹൃദയം കഠിനമാകാതിരിക്കട്ടെ കർത്താവേ. നന്ദി പറയുക ഞങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണം, ഒരിക്കലും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തോട് അടുക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അർപ്പിക്കപ്പെട്ട ബലിയുടെ യോഗ്യതയിൽ പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.